അല്ല നിങ്ങളെ പറഞ്ഞ ഞാൻ ഇന്നലെ രവീന്ദ്ര നിങ്ങളത്തേക്ക് പേടിക്കുന്നത് എന്തായിരുന്നു? കൊണ്ടുറങ്ങിപ്പോയതാണ്. ഞാൻ ഇന്നലെ വിവരം എന്തായിരുന്നു? ഞാൻ ഇന്നലെ തുടരും സിനിമ കാണാൻ. ശരി. ഞാൻ നോക്കുമ്പോ എന്റെ സീറ്റിന്റെ പുറത്തുട്ടെ കാല് നിങ്ങൾക്ക് ചവിട്ടി ചെറുക്കാനേട്ടാ ചവിട്ടേനു. തിരിഞ്ഞു നോക്കുമ്പോ ആരെ കാലാ? കടവത്തമ്മതിന്റെ കാല. എന്റെ പടച്ചോനെ, കടവത്തമ്മതിന്റെ കാലോ? മാനേട്ടാ തീരിക്കാരന്റെ വാപ്പിയാവന് നിങ്ങൾ ഓനോടത്ത് പറഞ്ഞു. ഞാൻ ഓന്റെ മൂത്താപ്പ്യ. എന്നിട്ട് എന്തായി? എന്താ ഞാൻ ഓനോട് പറഞ്ഞ് കാലെടുക്കുന്നു. അല്ല എന്നിട്ടോ? പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. എണീച്ചിക്ക് നിന്ന് മുണ്ടുമെല്ലാം മടക്കി കുത്തി പാട്ടാന്നുള്ള അടിയ കുട്ടികൾ ഫുട്ബോൾ തട്ടും പോലെ നിലത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി കൊരത്തി. എന്റെ പടച്ചോനെ. അല്ല നാണേട്ടാ, 10-50 ആളെ അടിച്ചിടുന്ന കടവത്തമ്മ നിങ്ങൾ അടിച്ച് നിലത്തിട്ട് ചവിട്ടിയോ? കോട്ടിക്കൈ ആ പിടിക്കല്ല. എന്തായിരുന്നു? അതിനെന്നോ നിലത്ത് വെച്ചിട്ടില്ല മോനെ. അവളെ വണ്ടിക്ക് കുടുങ്ങിയ പോലെ അരച്ച് കളഞ്ഞ്. മക്കളെ എന്നൊന്നും അങ്ങോട്ടാക്കി തരുമോ? നാണേട്ടാ നിങ്ങളോട് എന്നിട്ട് അമ്മതെന്ത് പറഞ്ഞു? ഓൻ പറയാ 36 കൊല്ലാടാ ഞാനും ഗുണ്ടാപ്പണി തുടങ്ങിയിട്ട്. അതല്ല എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു നാട് കാടിറങ്ങി. എന്നാ ഇനി നമുക്ക് കാടിറങ്ങട്ടെ, നമുക്ക് പുരക്ക് പോവാ. എന്റെ അമ്മതെ